നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, മലപ്പുറത്തെ കുറിച്ച് അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മതേതര കുരു പൊട്ടി ഒലിക്കുന്നത് നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. ഞാൻ മലപ്പുറത്ത് ജനിച്ച് മലപ്പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ എനിക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും എന്താണ് മലപ്പുറം ജില്ല എന്നുള്ളത്. അവിടെ എങ്ങനെയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും ജീവിക്കുന്നത് എന്ന്. അതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ മതേതരം പട്ടമണിഞ്ഞ് നടക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ വരും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അവരൊക്കെ ഈ പറയുന്ന ജിഹാദിസത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ഭീകരവാദികളുടെ ആസനം നക്കി അവര് എറിഞ്ഞു കൊടുക്കുന്ന അവന്റെയൊക്കെ അമേധ്യത്തിന്റെ കഷ്ടങ്ങളുണ്ടല്ലോ, അത് രുചിച്ചുകൊണ്ടാണ് ആ പറയുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ജീവിതത്തിൽ തന്നെ ചില നേരങ്ങൾ, ചില ദിവസങ്ങളൊക്കെ നമുക്ക് വേദനാജനകമായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ വരുമല്ലോ. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം വന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ നാട്ടിലൊക്കെ മലപ്പുറം പോലെയുള്ള ഈ ജില്ലയിലൊക്കെ BJP അതല്ലെങ്കിൽ സംഘ ആശയങ്ങൾ, ഇനി വേണ്ട മറ്റേതെങ്കിലും ഹിന്ദു സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് ഒരു സൂചന ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് തന്നെ അവർക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ വരുന്ന സഹോദരനോട്, അത്തരത്തിൽ BJP-യിലോ സംഘത്തിലോ അതല്ലെങ്കിൽ ഹിന്ദു സംഘടനകളോ പ്രവർത്തിക്കുന്ന അവരോട് എന്തായിരിക്കും ഇവിടെ പിന്നെ പെരുമാറുക എന്നും എങ്ങനെയാണ് ആ മനുഷ്യനെ തകർക്കുക എന്നൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടിട്ടുള്ള എനിക്ക് കഴിഞ്ഞ ദിവസം മറ്റൊരു ഉദാഹരണങ്ങൾ കൂടി ഉണ്ടായി. അത് എന്നെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയതും വേദനിപ്പിച്ചതും. ഇവിടെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ ഇതിന് ആരെയും ഉത്തരവാദിത്തം ഏൽപ്പിക്കാനോ അതല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലായ്മയാണെന്ന് സൂചിപ്പിക്കാനോ ഒന്നുമല്ല. ഇവിടെ ഇങ്ങനെയും ചില മനുഷ്യർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ലോകം അറിയേണ്ടതുണ്ട്. നോക്കൂ, നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ സമുന്നത BJP നേതാക്കന്മാരുണ്ട്. അതിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള MP സ്ഥാനമുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറുണ്ട്. ഇനി ഈ പറയുന്ന MP-മാരാവാതെ തന്നെ കേന്ദ്രമന്ത്രിമാർ ായിട്ടുള്ള ആളുകളുണ്ട്. ഇനി ഗവർണർമാരായിട്ടുള്ള BJP നേതാക്കന്മാരുണ്ട്. അവർ പിന്നീട് ഗവർണർ സ്ഥാനം ഒഴിവാക്കി വീണ്ടും ഇവിടെ BJP പ്രവർത്തനത്തിന് വേണ്ടി വന്നിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ആളുകൾ, അതിലെടുത്ത് പറയേണ്ടത് ഗവർണർ പോലും ആയിട്ടുള്ള BJP നേതാക്കന്മാരുടെ അവരുമായിട്ട് അടുത്ത് ഇടപഴകി അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും, പേഴ്സണൽ സ്റ്റാഫ് എന്ന് മീൻസ് സാലറി കിട്ടുന്ന, ശമ്പളം കിട്ടുന്ന സ്റ്റാഫ് അല്ല, അവരുടെ ഉന്നമനത്തിനും അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും മറ്റൊട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ അവരുടെ ഓഫീസിൽ ജീവിച്ച് ആ ഒരു ജീവിത എക്സ്പീരിയൻസിന് വേണ്ടി പോലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ പേരോ അല്ലെങ്കിൽ നാടോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറത്തിന്റെ എല്ലാ കാഠിന്യങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബൈചേട്ടാ എനിക്കൊരു ജോലി വേണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം പോലും ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, സ്ഥാപനമുണ്ട്, പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വെളിപ്പെടുത്തൽ വേദനാജനകമായി തന്നെ കേൾക്കേണ്ടി വന്നത്. മറ്റൊന്നുമല്ല, മലപ്പുറത്ത് BJP-യോ അതല്ലെങ്കിൽ ഹിന്ദു സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മതി, പ്രവർത്തിക്കണമെന്നില്ല, തോന്നിക്കഴിഞ്ഞാൽ തന്നെ ആ തോന്നപ്പെട്ട ആ വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു ഹിന്ദു സഹോദരൻ, അവന്റെ കഥ പിന്നെ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഞാൻ ആ സഹോദരനെ വിളിച്ചു പറഞ്ഞു, വേദനിക്കേണ്ട, വിഷമിക്കേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, വലിയൊരു ശമ്പളമുള്ള ജോലി പ്രതീക്ഷിക്കരുത്, എന്ത് ജോലിയും ചെയ്യുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ചെയ്യും എന്നുള്ള. അപ്പൊ ഞാൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് 1-2 ഹോട്ടലുകൾ, വലിയ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകൾ, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ബാറിൽ ഒരു സപ്ലയറുടെ വേഷമായാലും വേണ്ടില്ല, പെട്ടെന്നൊരു ജോലിയാണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് പറഞ്ഞു. കാരണം അന്നന്നത്തെ ചെലവിന് പോലും വരുമാനം നിലയ്ക്കുക എന്ന് പറയുന്ന ഒരാളുടെ വേദന എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഈ മലപ്പുറത്ത് വ്യത്യസ്ത രീതിയിലുള്ള വാണിജ്യ വ്യാപാര കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയാം, കയ്യിലൊരു ചരടുണ്ടെങ്കിൽ ആ ചരടുള്ളവന് ഈ മലപ്പുറം ജില്ലയിൽ ഒരു വ്യവസായമോ വാണിജ്യമോ വേണ്ട, ചെറിയൊരു പെട്ടിക്കട പോലും നടത്താൻ ഞമ്മന്റെ ആളുകൾ അനുവദിക്കില്ല. അതെങ്ങനെ പൂട്ടിക്കണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ പൂട്ടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ വേദന മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഈ സുഹൃത്തിനോട് പറയുന്നു, അങ്ങനെ അദ്ദേഹം പറയുന്നു, ബൈജുജി നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് സപ്ലയർ ആയിട്ടൊന്നും നമുക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അത്രയും ആവശ്യമാണെങ്കിൽ, അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നാളെ അദ്ദേഹത്തോട് എൻ്റെ ഓഫീസിൽ വരാൻ പറയൂ. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ സഹോദരൻ, നമ്മുടെ ഈ പറയുന്ന യുവാവ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെല്ലുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ജോലി കിട്ടി. ഒരു ബാറിൽ തന്നെയാണ് ജോലി. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാനോ വിളിച്ചാലോ ഇപ്പൊ കിട്ടുന്നില്ല. കാരണം ഫുൾ ടൈം പ്രവർത്തനമാണ്. രാവിലെ 11 മണി 10 മണി 11 മണിക്ക് തുടങ്ങി
തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് 11 മണിക്ക് ഈ പണമൊക്കെ ഏൽപ്പിച്ച് എല്ലാം ഏൽപ്പിച്ച് അവിടെ നിന്ന് ഫ്രീ ആവാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ആ ഹോട്ടലിൽ ചെന്ന സമയത്ത് അദ്ദേഹം കൗണ്ടറിൽ ഒഴിച്ചു കൊടുക്കുക, അതായത് ബാറിൽ കൗണ്ടറിൽ നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ജോലിയാണ്, ബില്ലിങ്ങും ചെയ്യുന്നുണ്ട്, രണ്ടും മാറി മാറിയാണ് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ബൈചേട്ടാ ഇവിടെ ഈ കൗണ്ടറിൽ വരുന്ന പലരും എന്റെ സർക്കിളിലുള്ള, എന്നെ പരിചയമുള്ള സർക്കിളിലുള്ള ആളുകളൊക്കെ എൻ്റെ അടുത്ത് വലിയ വിഷമം പറയും, നിങ്ങൾ ഈ ഒരു മേഖലയിൽ അല്ലല്ലോ എത്തേണ്ടിയിരുന്നത്, എന്നിട്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് വലിയ സഹതാപം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹതാപം പ്രകടിപ്പിക്കുന്നവനൊന്നും ഒരു ജോലി തരാനോ അതല്ലെങ്കിൽ എന്താ വാടാ മോനെ ഞാൻ നിനക്ക് നല്ല ഹൈ പ്രൊഫൈൽ ഉള്ള ജോലി തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോകില്ല. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മൾക്ക് നമ്മുടെ ജീവിത മാർഗമാണ്, ജീവിതമാണ് വലുത്, നമ്മുടെ കുടുംബമാണ് വലുത്, അതുകൊണ്ട് തന്നെ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ജോലിയിൽ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കണ്ടുപോന്നു. പക്ഷേ ആ നിർഭാഗ്യമാണോ ഇനി ഭാഗ്യമാണോ എന്നറിയില്ല, ആ ഹോട്ടലിൽ തന്നെയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ വലിയ നേതാക്കന്മാർ താമസിക്കുന്നതെന്നും ഈ താമസിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ വേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കിയിട്ടുള്ള പയ്യനാണ് ഇവന് എന്നുള്ളതും പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, ഈ മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് BJPക്ക് വേണ്ടി ജീവൻ ത്യജിച്ചും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ സംഘത്തിനും ഹിന്ദുത്വ സംഘടനകൾക്കും വേണ്ടിയിട്ടുള്ള ആളുകൾ. അത്തരത്തിലുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന ഇത്ര വലിയ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ നേതാക്കന്മാർ അവർ കൂടി അറിയേണ്ടതുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർജി ആയാലും, ഇനി കഴിഞ്ഞ തവണത്തെ പ്രസിഡന്റ് ആയിരുന്ന ഈ സുരേന്ദ്രൻജി ആയാലും, ശോഭ ചേച്ചി ആണെങ്കിലും, ഈ കുമ്മനം രാജശേഖർജി ആണെങ്കിലും, വി മുരളീധരൻജി ആണെങ്കിലും, സുരേഷ് ഗോപി സാർ ആണെങ്കിലും എല്ലാവരും അറിയേണ്ടതുണ്ട്. കാരണം ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഈ കസേരകൾ ഉണ്ടല്ലോ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഇന്നിപ്പോ സമൂഹത്തിൽ BJP കാരനാണ്, RSS കാരനാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്ഥാനമുണ്ടല്ലോ, അത് ഒരുപാട് ആളുകളുടെ ചോരയും നീരും ഒഴുക്കിക്കൊണ്ടാണ്. കാരണം അന്നും നിങ്ങൾ നേതാക്കന്മാരായിരിക്കാം, ഇന്നും ആ പാവം പിടിച്ച ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ജോലി പോലും കിട്ടാത്ത അവസ്ഥയിലും ഈ മലപ്പുറത്ത് ഇത്തരത്തിലുള്ള ദുഷ്കരമായിട്ടുള്ള അവസ്ഥകളിലൂടെ ജീവിക്കുന്നുണ്ട്. ജീവിച്ചു മരിക്കുക എന്നാണ് അതിന് പറയേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മരിക്കുന്നതിന് ഒക്കുമോ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക, അതായത് മരിച്ചതിന് തുല്യമായി ജീവിക്കുന്ന ആളുകളാണ്. ആ ആളുകളുടെ അനുഭവം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് മാന്യ പ്രേക്ഷകരിലേക്ക് ഇടേണ്ടതുണ്ട്. കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പഴുത്ത ഇല വീഴുമ്പോൾ പച്ചയില ചിരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, പച്ചയിലെ നീ ചിരിക്കേണ്ട, ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയാണ്, നാളെ നീ പഴുക്കും, നീ വീഴും. അതുപോലെ തന്നെയാണ് ഈ സഹോദരന്റെ ഒരു വേദന, ആ ഒരു വേദനയൂറുന്ന യാഥാർത്ഥ്യം മാന്യ പ്രേക്ഷകരിലേക്ക് വെക്കുന്നത്. കാരണം നാളെ നമ്മൾക്കും ഇത്തരം ഒരു ഗതി വരാം എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ടും അറിഞ്ഞും തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ ജീവിത ഉപാധിയായിട്ടുള്ള എല്ലാ മാർഗങ്ങളും നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ അതിനനുസരിച്ച് അത് നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ഇവിടെ അതിനുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ശക്തികൾ ഇവിടെ ഉണ്ടെന്നുള്ളതും, അത്തരത്തിൽ നശിച്ചു കഴിയുമ്പോൾ ഒരു കൂലിപ്പണി പോലും കിട്ടാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറാനും നിമിഷങ്ങൾ മതി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മലപ്പുറം എന്നങ്ങോട്ട് പറയുമ്പോഴേക്കും മതേതര പട്ടം, അതായത് മതേതര കുരുപൊട്ടി ഒലിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിൽ എല്ലാം സഹിച്ചിട്ട് ജിഹാദിയുടെ അമേധ്യമായാലും വേണ്ടില്ല, അത് ഭക്ഷിച്ചുകൊണ്ടായാലും ഞാൻ ജീവിക്കുമെന്ന നിലപാടുള്ള ആളുകളുണ്ട്. എന്നാൽ ആ നിലപാടിനോട് ചേർന്ന് നിൽക്കാതെ അഭിമാനവും തന്റെ സംസ്കാരവും തന്റെ കുടുംബ മഹിമയും എല്ലാം തന്നിൽ അർപ്പിച്ചിട്ടുള്ള, തന്നെ കാത്തിരിക്കുന്ന തന്റെ കുടുംബ അംഗങ്ങളോടുമുള്ള ആത്മാർത്ഥത കൊണ്ടും ഇങ്ങനെയും ജീവിക്കുന്ന ആളുകൾ ഉണ്ട്. ഇന്നും എന്ത് ജോലി എടുക്കാനും തയ്യാറാണ്. ജിഹാദികളുടെ അതല്ലെങ്കിൽ മതഭീകരന്മാരുടെ തിട്ടൂരത്തിന് വഴങ്ങി നശിക്കാനോ അതല്ലെങ്കിൽ ഒരു മുഴം കയറിൽ തൂങ്ങി ചാവാനോ ഞാൻ നിൽക്കില്ല, ഞാൻ ഏതൊരു പണിയെടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് ഇത്രയും നേതാക്കന്മാരുമായി അടുത്തു നിന്നിട്ടും ആ നേതാക്കന്മാർക്കൊന്നും ഈ പറയുന്ന സഹോദരനെ സഹായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് സഹായിക്കാൻ പറ്റി എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിൽ എനിക്ക് അഹങ്കാരമില്ല. കാരണം ഒട്ടേറെ ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടി പല രീതിയിൽ വരുമ്പോൾ അവരെയൊക്കെ സഹായിക്കുന്നത് കൊണ്ട് ഇത് അതിലൊരാൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് എന്നെ അത് ബാധിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം വളർന്നു വന്ന, അദ്ദേഹം പ്രവർത്തിച്ചു വന്ന ആ സംഘടന എത്രത്തോളമാണ് അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുള്ളത് എന്ന് ആ സംഘടനയുടെ ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഏതൊരു സംഘടനയ്ക്കും അത് തോന്നേണ്ടതാണ്. ആ തോന്നാൻ ഒരു മനസ്സ് വരട്ടെ എന്നുള്ള എന്റെ നേർക്കാഴ്ചയിൽ കണ്ട ഈ അനുഭവത്തിലുള്ള ആ യുവാവിന്റെ കഥ മാന്യ പ്രേക്ഷകരിലേക്ക് വെക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.